2026 അശ്വതി കാവ് തീണ്ടൽ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ കൊടുങ്ങല്ലൂരിൽ വന്ന ഞാനും എൻ്റെ സഹോദരങ്ങളും സഹോദരികളുമായ 50 പേരും കൂടി രാവിലെ ശൗചാലയ സൗകര്യം കിട്ടാതെ നെട്ടോട്ടം ഓടിയ കഥയാണ് പറയുന്നത്. പൊന്നു ദേവസ്വം ബോർഡുകാരെ, ഈ ഒരു ദിവസങ്ങൾ തന്നെ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കിട്ടിക്കാണും. അത്രയും ലക്ഷക്കണക്കിന് ഭക്തർ വന്ന രീതിയിൽ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ഞങ്ങൾക്ക് ശൗചാലയം 2 മണിക്കൂർ 3 മണിക്കൂർ ക്യൂ നിന്നിട്ട് കിട്ടിയത്. കാര്യം കാശൊന്നും വാങ്ങിയിട്ടില്ല, കാശ് കൊടുത്താലും സൗകര്യമില്ല. ഒരു പ്രാവശ്യം ശൗചാലയത്തിൽ പോകാൻ നിങ്ങൾ 50 രൂപ മേടിച്ചുള്ളൂ സാറേ. എന്നാലും ഈ ദൂര ദിക്കുകളിൽ നിന്നും വരുന്ന ഞങ്ങൾക്ക് വലിയൊരു പുണ്യമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഈ സഹോദരിമാരൊക്കെ എത്ര കഷ്ടപ്പെട്ടു ഒന്ന് മൂത്രമൊഴിക്കാനും ഒന്ന് ശൗചാലയത്തിൽ പോകാനും അറിയാം. നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്വമൊന്നുമില്ല. ഒരു ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പണം മേടിച്ചോളൂ സാറേ, കാശ് മേടിച്ചോളൂ. കാശ് കൊടുത്തിട്ട് ശൗചാലയത്തിൽ പോകാൻ ജനം തയ്യാറാണ്. നിങ്ങളോട് ആരും ഒരു ഗരാവോ സമരമോ പണിമുടക്കോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് കാശ് കൊണ്ടുവച്ചാൽ കാശ് മേടിച്ച് സൗകര്യം ചെയ്ത് തരൂ. എന്താണ് 10 25 രൂപ മേടിച്ചാലും 10 50 മേടിച്ചാലും തരാൻ ആളുണ്ടാവും. കാരണം അത്രയും മനുഷ്യരായിപ്പോയി. പോത്തോ കാളയാണെങ്കിൽ വഴിയിൽ അപ്പിട്ട് പോകാമായിരുന്നു. മനുഷ്യരായി പോയില്ലേ? പ്രിയ ഭക്തജനങ്ങളെ, നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പ്രതികരിക്കൂ. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ട. നിങ്ങൾക്കും ഈ ദുരനുഭവം ഉണ്ടായെങ്കിൽ ദയവായി പ്രതികരിക്കും, അപേക്ഷിക്കുകയാണ്. കണ്ണ് തുറക്കട്ടെ ഇവർ.